നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശക്തന്റെ തട്ടകത്തിലെ കലാപൂരം സമാപനത്തിലേക്ക് കടക്കുമ്പോൾ ഓവറോൾ കിരീടത്തിനായി ഇഞ്ചോടിഞ്ച് പോര്. 842 പോയിന്റുമായി കണ്ണൂർ മുന്നിൽ. കോഴിക്കോട് രണ്ടാമതും തൃശൂർ മൂന്നാമതും. ഞായറാഴ്ചത്തെ മത്സരഫലങ്ങൾ സ്വർണ്ണ കിരീട നേട്ടത്തിൽ നിർണായകമാകും. സമാപന ചടങ്ങിൽ മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാൽ മുഖ്യാതിഥിയാകും. പന്നിത്തടം സെന്ററിൽ തുടർച്ചയായ രണ്ടാം ദിവസവും വലിയ അപകടം. ബാംഗ്ലൂർ ഗുരുവായൂർ റൂട്ടിലോടുന്ന കേരള ലൈൻസ് ബസും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 6 പേർക്ക് പരിക്ക്. സിഗ്നൽ സംവിധാനം 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. കുന്നംകുളം നഗരസഭ പുതിയ ഭരണസമിതിയുടെ ആദ്യ കൗൺസിൽ യോഗത്തിൽ ബഹളം. തുറക്കുളം മത്സ്യ മാർക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് സമയം നൽകണമെന്നാവശ്യപ്പെട്ട് RMP കൗൺസിലർമാരാണ് യോഗത്തിൽ പ്രതിഷേധിച്ചത്. വിഷയത്തിൽ സമിതി രൂപീകരിക്കാൻ കൗൺസിൽ തീരുമാനം. വാർത്തകൾ വിശദമായി. ശക്തന്റെ തട്ടകത്തിലെ കലാപൂരം സമാപനത്തിലേക്ക് കടക്കുമ്പോൾ ഓവറോൾ കിരീടത്തിനായി ഇഞ്ചോടിഞ്ച് മത്സരം തുടരുകയാണ്. മേളയുടെ ആദ്യ ദിവസം മുതൽ തന്നെ പോയിന്റ് നിലയിൽ മുന്നിലുണ്ടായിരുന്ന കണ്ണൂർ തന്നെയാണ് ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത്. 842 പോയിന്റുമാണ് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ കണ്ണൂരിനുള്ളത്. 834 പോയിന്റുമായി കോഴിക്കോട് രണ്ടാം സ്ഥാനത്തും 832 പോയിന്റുമായി ആതിഥേയരും കഴിഞ്ഞ തവണത്തെ കിരീട ജേതാക്കളുമായ തൃശൂർ മൂന്നാം സ്ഥാനത്തുമാണ്. ഇന്ന് രാത്രി വരുന്ന മത്സരഫലങ്ങളും നാളെ ഉച്ചവരെയുള്ള ഫലങ്ങളും സ്വർണ്ണ കിരീട ജേതാക്കളെ നിശ്ചയിക്കും. സമീപ വർഷങ്ങളായി കണ്ടുവരുന്ന അവസാന ദിവസത്തിലെ ഫോട്ടോ ഫിനിഷിംഗ് ട്രെൻഡ് തന്നെ വന്നാൽ ഇക്കുറിയും നെഞ്ചിടിപ്പിന്റെ നിമിഷങ്ങളാണ് പോയിന്റ് നിലയിൽ മുന്നിലുള്ള ജില്ലകൾക്ക് ഉണ്ടാവുക. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സമാപന ചടങ്ങിൽ മലയാളത്തിന്റെ പ്രിയ താരം മോഹൻലാൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. തിരക്ക് കണക്കിലെടുത്ത് നാളെ പ്രത്യേക സുരക്ഷാ ക്രമീകരണമാണ് പോലീസും സംഘാടകരും ചേർന്ന് ഒരുക്കുന്നത്. കോൽക്കളിയിൽ 3.5 പതിറ്റാണ്ടിന്റെ പരിശീലന മികവ് അവകാശപ്പെടാനുണ്ട് മജീദ് കടമേരി ഗുരുക്കൾക്ക്. തനത് ശൈലിയുടെ വക്താവായ ഗുരുക്കൾക്ക് ശിഷ്യഗണങ്ങളും ഏറെയാണ്. RH ഹാരിസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒൻപതാം ക്ലാസ് മുതൽ ആരംഭിച്ചതാണ് മജീദിന്റെ കോൽക്കളിയുമായുള്ള ചങ്ങാത്തം. മത്സരാർത്ഥിയും പരിശീലകനും ദശകങ്ങൾ പിന്നിടുന്ന ഗുരുക്കൾ കേരളത്തിൽ ഈ രംഗത്ത് അറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. സംസ്ഥാന സർക്കാരിന്റെ ഫോക്ലോർ അവാർഡ്, മൊയിൻകുട്ടി വൈദ്യർമാപ്പിള കലാ അക്കാദമിയുടെ ആദരവ് എന്നിവ സ്വന്തമാക്കിയിട്ടുണ്ട്. കുട്ടിക്കാലത്ത് തുടങ്ങിയ കോൽക്കളിയോടുള്ള പ്രണയത്തിന്റെ തീവ്രമായ ഒരു ഇഞ്ച് പോലും കൈവിടാതെ നിലനിർത്താനാകുന്നത് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഈ കോൽക്കളിയോടുള്ള അടങ്ങാത്ത ദാഹം തന്നെയാണെന്ന് മജീദ് ഗുരുക്കൾ പറഞ്ഞു. 28 വർഷമായി ഞങ്ങൾ കലോത്സവത്തിൽ, അതായത് സംസ്ഥാന കലോത്സവത്തിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ തുടങ്ങിയിട്ട്. ഏകദേശം ഒരു 35 വർഷത്തോളമായി ഞാൻ ഈ കലാഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ആ ബാലപാഠം എൻ്റെ അമ്മാവനിൽ നിന്നാണ്. പിന്നെ നിരവധി ഗുരുക്കന്മാരിൽ നിന്ന് കോൽക്കളി അഭ്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ തലശ്ശേരി മുബാറക്ക് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായിട്ടാണ് ഞങ്ങളിപ്പോൾ മത്സരിക്കാൻ ഇടത്തിയിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, പത്തനംതിട്ട തുടങ്ങിയ സ്കൂളുകളിലെയും കാലിക്കറ്റ് കുസാറ്റ് യൂണിവേഴ്സിറ്റി കലോത്സവത്തിലും CBSE മത്സരത്തിലും മജീദിന്റെ ശിഷ്യഗണങ്ങൾ കോൽക്കളികളിൽ മാറ്റുരയ്ക്കാറുണ്ട്. നാദാപുരത്തെ കോൽക്കളി ഗുരുക്കളായ അമ്മാവൻ അബ്ദുള്ള ഹാജിയിൽ നിന്നാണ് ബാലപാഠങ്ങൾ അഭ്യസിച്ചത്. OK അഹമ്മദ് ഗുരുക്കൾ, കല്ലേരിയിലെ മൊയ്തീൻ ഗുരുക്കൾ എന്നിവരാണ് പ്രധാന ഗുരുക്കന്മാർ. ഇത്തവണ തലശ്ശേരി മുബാറക് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുമായാണ് തൃശൂർ കലോത്സവത്തിന് മജീദ് എത്തുന്നത്. കോൽക്കളിയുടെ തനത് ശൈലിയിൽ നിന്ന് കൃത്രിമമായി മാറ്റം വരുത്തുന്നതായും പരമ്പരാഗതമായി തലമുറകൾ കൈമാറ്റം ചെയ്തു വരുന്ന ഈ കലയെ ഇല്ലാതാക്കാനേ ഇത് കാരണമാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. ആശയങ്ങളുടെ വ്യത്യസ്തത കൊണ്ടും അഭിനയ മികവ് കൊണ്ടും ശ്രദ്ധ നേടി മോണാക്ട് വേദി. നിറഞ്ഞ സദസ്സിന് മുൻപിലാണ് ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെയും ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെയും മോണാക്ട് മത്സരം അരങ്ങേറിയത്. റഷീദ് നോപ്പിട്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
സാമൂഹിക പ്രസക്തിയുള്ള ആനുകാലിക വിഷയങ്ങളാണ് മത്സരാർത്ഥികൾ മോണോ ആക്ടിലൂടെ അവതരിപ്പിച്ചത്. ട്രാൻസ്ജെൻഡറുകൾക്ക് സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങളും വർഗീയതയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരാക്രമണമായ പഹൽഗാം ആക്രമണവും റേറ്റിംഗിന് വേണ്ടിയുള്ള മാധ്യമ മത്സരങ്ങളും ലഹരിയും കുട്ടികൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുമെല്ലാം കാണികളുടെ മനസ്സിൽ തട്ടുന്ന വിധത്തിലാണ് മത്സരാർത്ഥികൾ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചത്. കുട്ടികളുടെ അഭിനയ മികവിനെ നിറഞ്ഞ കയ്യടികളോടെ കാണികൾ പ്രോത്സാഹിപ്പിച്ചു. പ്രശസ്ത കലാകാരൻ കലാഭവൻ നൌഷാദ് പരിശീലിപ്പിച്ച 10 കുട്ടികൾ മോണോ ആക്ട് വേദിയിൽ മത്സരിച്ചതാണ് എടുത്തു പറയാവുന്ന പ്രത്യേകത. 10 ജില്ലകളിൽ ഇപ്പോൾ തിരുവനന്തപുരം, എറണാകുളം, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ 6 ജില്ലകളിൽ നിന്നുണ്ടായിരുന്നു. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ആരും ഉണ്ടായില്ല. അതെന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ തൃശ്ശൂർ ജില്ലയിലത്തെ വിധികർത്താക്കളെ കുറിച്ചുള്ള തമാശകൾ ഇതിലുണ്ട്. അത് ചിലപ്പോൾ ഇപ്പോൾ ഈ വർഷം വന്നിട്ടില്ല. മുൻ വർഷങ്ങളിൽ ആൺകുട്ടികൾ ചെയ്യുന്ന വിഷയം പിറ്റേ ദിവസത്തെ പെൺകുട്ടികളെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. കാലിക പ്രസക്തിയുള്ള വ്യത്യസ്തങ്ങളായ വിഷയങ്ങളാണ് കലാഭവൻ നൌഷാദ് കുട്ടികളെ പരിശീലിപ്പിച്ചത്. ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികളാണ് പുതിയ വിഷയങ്ങൾ അവതരിപ്പിച്ചത്. അഭിനയ മികവിലും പെൺകുട്ടികളായിരുന്നു മുന്നിൽ. സിനിമയിൽ പോലീസിൽ, ജ്വല്ലറിയിൽ, ടെക്സ്റ്റൈൽസിൽ, സർക്കാർ ഓഫീസിൽ അങ്ങനെ പെണ്ണുങ്ങൾ ചെല്ലുന്ന എല്ലാ തൊഴിലിടങ്ങളിലും ഞങ്ങൾ തിരിച്ചു വെച്ചിട്ടുണ്ട്. അതൊരു ഹേമകമ്മീഷനും പൊട്ടിച്ചു കളയാനാവില്ല. കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളാണ് മോണോക്ട് വേദിയിൽ പ്രതിഫലിച്ചത്. പങ്കെടുത്ത മുഴുവൻ മത്സരാർത്ഥികളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം റഷീദ് അരുമപ്പെട്ടി. മാധ്യമങ്ങൾക്കെതിരെയും ഇടയ്ക്കൊക്കെ വിമർശനമാകാം. റേറ്റിംഗിന് വേണ്ടി മാത്രം വാർത്തകൾ സൃഷ്ടിക്കുന്ന മാധ്യമങ്ങളെയും നവസാമൂഹിക മാധ്യമങ്ങളെയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മോണാക്ട് വേദിയിൽ ആക്ഷേപഹാസ്യത്തിലൂടെ വിമർശിച്ച് മാധവ് ശങ്കർ ശ്രദ്ധ നേടി. പാലക്കാട് ഭാരത് മാതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മാധവ് ശങ്കർ. മാധ്യമ മത്സരങ്ങളുടെയും റേറ്റിംഗിനു വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കുന്നതിന്റെയും ഇരകളായിക്കൊണ്ടിരിക്കുന്ന ദയനീയ കാഴ്ചകളും മാധ്യമമേഖലയിൽ ഇന്നനുഭവപ്പെടുന്ന മൂല്യച്യുതിയുമാണ് മാധവ് ശങ്കർ ഹൈസ്കൂൾ വിഭാഗം മോണാക്ട് വേദിയിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചത്. സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം സമൂഹത്തിന് അനിവാര്യമാണെന്ന് അഭിപ്രായമുള്ള മാധവ് ശങ്കർ മാധ്യമലോകത്തെ അനഭിലഷണീയമായ ചില പ്രവണതകളെ തുറന്നു കാട്ടിയിരിക്കുന്നു. എന്നാലല്ലേ റേറ്റിംഗ് കൂടും മനുഷ്യനെ. റേറ്റിംഗിന് വേണ്ടി പാവപ്പെട്ടവന്റെ പച്ചമാംസം ഇറച്ചിക്കടയിലെ എച്ചിൽ പട്ടികളെ പോലെ വലിച്ചു കീറുന്ന നവമാധ്യമ സംസ്കാരം. നേരാ, പണ്ട് കവലകളിലെ ചായക്കടകളിൽ ഒരു കൈയിൽ ചുടു ചായയും മറുകൈയിൽ പത്രവുമേന്തി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വരെ ഞങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. വാർത്തകൾ കച്ചവട ചാക്കാക്കി മാറ്റുന്ന വർത്തമാന കാലഘട്ടത്തിൽ സമൂഹത്തിന്റെ നന്മയ്ക്കും നേരിനും വേണ്ടി മാത്രം നിലനിന്നിരുന്ന മാധ്യമ കാലഘട്ടം തിരിച്ചു വരണമെന്നാണ് മാധവ് ശങ്കർ അഭിപ്രായപ്പെടുന്നത്. നമ്മുടെ ജനാധിപത്യത്തിന്റെ കോർണർ സ്റ്റോർ എന്ന് പറയുന്നത് ജേർണലിസവും മീഡിയ ആണെന്ന് ഞങ്ങൾ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ. അപ്പോൾ അതുപോലെ തന്നെ മീഡിയ അപ്പോൾ ഫാക്ട്സിനെ പ്രോപ്പറായി പ്രസൻറ്റ് ചെയ്യണമെന്നും അതിനെ പ്രൊഫഷണലായിട്ട് ഹാൻഡിൽ ചെയ്യണമെന്നും വിശ്വസിക്കുന്ന ഒരാളുമാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ റേറ്റിങ്ങിന് വേണ്ടി നടക്കുന്ന കാട്ടിക്കൂട്ടലുകൾക്കെതിരെയായിട്ടാണ് ഈ മോണാക്ട് അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഇത് ജില്ലയിൽ വേറൊരു സാധനമായിരുന്നു. സ്റ്റേറ്റിലേക്ക് വന്ന സമയത്ത് കുറച്ചും കൂടെ റിലവൻ്റ് ആയിട്ടുള്ള വിഷയം എടുക്കാമെന്ന് കലാഭവൻ നൌഷാദ് മാഷ് പറഞ്ഞുകൊണ്ട് ഇത് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഈ ആശയം മാഷാണ് തിരഞ്ഞെടുത്തത്. അതെ. പിന്നെ ഞങ്ങളും ഓക്കെ പറഞ്ഞു, കാരണം ഇതിപ്പോൾ ആവശ്യമുള്ളൊരു വിഷയമാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ സമ്മതം മൂളി. മാധ്യമങ്ങളെ ആക്ഷേപിച്ചതല്ല, മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യമുള്ള നല്ല മാധ്യമങ്ങളും നല്ല ജേർണലിസ്റ്റുകളും നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു കലയെ വളച്ചൊടിക്കുന്നവരെയാണ് ഇതിൽ അപമാനിക്കുന്നത്. അപ്പോൾ നല്ല ജേർണലിസ്റ്റുകൾക്കൊന്നും ഇതിൽ തോന്നാനുള്ളൊരു മോശം തോന്നാനുള്ള ഒരു സംഭവമില്ല ഇതിൽ. മാധ്യമങ്ങളെ വിമർശിക്കുന്നതിനോടൊപ്പം മാധ്യമങ്ങൾക്ക് നേരെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ കടന്നുകയറ്റത്തെയും ആക്ഷേപഹാസ്യത്തിലൂടെ വിമർശിക്കുന്നുണ്ട് മാധവ് ശങ്കർ. നമസ്കാരം. പത്തനംതിട്ടയിലെ ഇട്ടാവട്ടത്ത് തട്ടിയും മുട്ടിയും രാഷ്ട്രീയം കളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരുവൻ. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ പാട്ടിലാക്കി പീഡിപ്പിച്ചെന്ന ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കൽ രാഷ്ട്രീയക്കാരെ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കട്ടപ്പുകയാകുമ്പോൾ ആരംഭിക്കാം പ്രൈം ടൈം. കഷ്ടം, പാവപ്പെട്ടവന്റെ പച്ചമാംസം ഇറച്ചിക്കടയിലെ എച്ചിൽ പട്ടികളെ പോലെ വലിച്ചു കീറുന്ന മാധ്യമ സംസ്കാരം. കാണികളിൽ ചിരിപടർത്തിയ അഭിനയ മികവിനെ
നിറഞ്ഞ കയ്യടികളാണ് ലഭിച്ചത്. അഭിനന്ദിക്കാൻ എത്തിയവരിൽ ഭൂരിഭാഗവും മാധ്യമപ്രവർത്തകരായിരുന്നു എന്നതും മാധവ് ശങ്കറിന്റെ അവതരണ മികവിന് ലഭിച്ച അംഗീകാരമാണ്. കലാഭവൻ നൌഷാദ് പരിശീലകനാണ്. സംസ്ഥാന കലോത്സവം മോണാക്ട് മത്സരത്തിൽ ആദ്യമായാണ് പങ്കെടുക്കുന്നത്. പാലക്കാട് പിരിയാരി കൈമുക്കിൽ ശ്യാം ശങ്കർ നിഷ ദമ്പതികളുടെ മകനാണ്. മാളവിക സഹോദരിയുമാണ്. എല്ലാവരെയും വിമർശിക്കുന്ന മാധ്യമങ്ങൾക്കും ഇടയ്ക്ക് ഒരു വിമർശനം അനിവാര്യമാണ്. എന്തായാലും മികച്ച പ്രകടനമാണ് മാധവ് ശങ്കർ കാഴ്ചവെച്ചത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം റഷീദ് അരുമപ്പെട്ടി. മോണാക്ട് വേദിയിൽ ട്രാൻസ്ജെൻഡറുകളുടെ ശബ്ദമായി മാറി മായ സാജൻ. അഭിനന്ദിക്കാനെത്തിയ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റും പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റുമായ രഞ്ജു രഞ്ജിമാർ. കൈ ഞാൻ വെട്ടും. നൊന്തുപെറ്റമ്മയ്ക്കും ജന്മം നൽകിയ തന്തയ്ക്കും വേണ്ടാത്ത ഈ മനുഷ്യക്കോലങ്ങളെ എനിക്ക് വേണം. കൂടെ കിടത്തി കാമം തീർക്കാനല്ല സാറേ, ആരോട് ചേർത്ത് സാന്ത്വനം പകരാനാ. അതിനൊന്ന് ആരുടെയും മദർ തെരേസയോ അതോ മഹാത്മാഗാന്ധിയോ രണ്ടുമല്ല. ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ മോണോ ആക്ട് മത്സരത്തിലാണ് മായ സാജൻ ട്രാൻസ്ജെൻഡറുകൾ നേരിടുന്ന ദുരനുഭവങ്ങൾ കാണികളുമായി പങ്കുവച്ചത്. ട്രാൻസ്ജെൻഡറുകളും ഈ സമൂഹത്തിന്റെ ഭാഗമാണെന്നും തഴയപ്പെടേണ്ടവരും ചൂഷണം ചെയ്യപ്പെടേണ്ടവരല്ലെന്നും ചേർത്തുപിടിക്കേണ്ടവരാണെന്നും ഓർമ്മപ്പെടുത്തിയത്. ആക്രമിക്കപ്പെടുന്ന ഇരയെ രക്ഷപ്പെടുത്തിയ ട്രാൻസ്ജെൻഡർ സമൂഹത്തിനു നേരെ വിരൽ ചൂണ്ടിപ്പറയുന്ന വാക്കുകൾ കയ്യടികളോടെയാണ് കാണികൾ സ്വീകരിച്ചത്. ആണല്ല പെണ്ണല്ലെന്നാരും കരുതേണ്ട, ആണിന്റെ കരമാണ് പെണ്ണിന്റെ മനമാണ്. സൃഷ്ടിക്കു കൈപ്പിഴ പറ്റിയെന്നാൽ മുഷ്ടി ചുരുട്ടിയെറിഞ്ഞിടും പാരിൽ. മായാസാജനിലൂടെ എന്നെ തന്നെയാണ് കണ്ടതെന്ന് അഭിനന്ദിക്കാനെത്തിയ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റും മേക്കപ്പ് ആർട്ടിസ്റ്റുമായ രഞ്ജു രഞ്ജിമാർ അങ്കമാലി പറഞ്ഞു. കാരണം മായ അത് സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ പലപ്പോഴും അവതരിപ്പിക്കുന്നത് കോമഡി വൽക്കരിച്ചുകൊണ്ടാണ്. അതിനകത്ത് ഒരു തരി പോലും ചേരാതെ, കോമഡി ചേരാതെ ആ ഒറിജിനാലിറ്റിയെ കൊണ്ടുവരാൻ മായയ്ക്ക് കഴിഞ്ഞു. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. മായ ഞാനായിട്ട് ജീവിക്കുമായിരുന്നു ആ വേദിയിൽ. മായയുടെ ശരീരത്തിലൂടെയും മായയുടെ ശബ്ദത്തിലൂടെയും എനിക്ക് പറയാനുള്ളതാണ് മായ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയത്. പലപ്പോഴും എനിക്ക് പറയാൻ മറന്നുപോയത് അല്ലെങ്കിൽ പറയാൻ പറ്റാതിരുന്ന കാര്യങ്ങളാണ് മായ ഇന്ന വേദിയിൽ അവതരിപ്പിച്ചത്. പാലക്കാട് ചെറുപ്പുളശ്ശേരി തൂത പുത്തൻവീട്ടിൽ സാജൻ രശ്മി ദമ്പതികളുടെ മകളായ മായ തൃക്കടിയിൽ PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. അതിൽ ട്രാൻസ്ജെൻഡേഴ്സിന്റെ തീമും അതിൽ വന്നിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അത് തന്നെ വേണം എന്ന് പറഞ്ഞത് അച്ഛനാണ് തീം. ആ തീമാണ് നിനക്ക് ഇപ്രാവശ്യം ബെസ്റ്റ് ആവുക എന്നുള്ളത് അച്ഛനാണ് സെലക്ട് ചെയ്ത് തന്നത്. പിന്നെ സാറും അതിനെ ബൂസ്റ്റ് ചെയ്തു, അതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. പിന്നെ ഞങ്ങൾ ചെയ്യണതിൻ്റെ ഇടയിൽ അതിൽ കുറേ മാറ്റങ്ങൾ വരുത്തി. അവരും കുറേ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് തന്നിരുന്നു. കലാഭവൻ നൌഷാദാണ് പരിശീലകൻ. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന കലോത്സവത്തിൽ MTയുടെ 7 കഥാപാത്രങ്ങളെ മോണോ ആക്ടിൽ അവതരിപ്പിച്ച് A ഗ്രേഡ് നേടിയിരുന്നു. ചങ്ങരംകുളം താടിപ്പടിയിലുണ്ടായ അപകടത്തിൽ സംസ്ഥാന കലോത്സവത്തിന് പങ്കെടുക്കേണ്ട വിദ്യാർത്ഥി അടക്കം 3 പേർക്ക് പരിക്കേറ്റു. നിയന്ത്രണം വിട്ട കാറ് ബൈക്കിലിടിച്ചാണ് അപകടമുണ്ടായത്. അണ്ടത്തോട് സ്വദേശിയും കോക്കൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ വിദ്യാർത്ഥിയുമായ മുഹമ്മദ് റസീൻ, പൊന്നാനി BM സ്വദേശി അനിരുദ്ധൻ, ബൈക്ക് യാത്രികൻ എന്നിവർക്കാണ് പരിക്ക്. തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. മാപ്പിളപ്പാട്ട് വിഭാഗത്തിലും വട്ടപ്പാട്ട്, ദേശഭക്തി ഗാനം, ഗാനമേള എന്നീ വിഭാഗത്തിൽ പങ്കെടുക്കാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു റസീൻ. മറ്റു വാർത്തകൾ. പന്നിത്തടം സെന്ററിൽ തുടർച്ചയായി 2ാം ദിവസവും വലിയ അപകടം. ബാംഗ്ലൂർ ഗുരുവായൂർ റൂട്ടിലോടുന്ന കേരള ലൈൻസ് ബസും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 6 പേർക്ക് പരിക്കേറ്റു. സിഗ്നൽ സംവിധാനം 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ശനിയാഴ്ച രാവിലെ 6:59 അപകടമുണ്ടായത്. 7 മണിക്കാണ് സിഗ്നൽ ലൈറ്റ് പ്രവർത്തനം തുടങ്ങുന്നത്. വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന കേരള ലൈൻസ് ബസും കേച്ചേരി ഭാഗത്തു നിന്ന് വരികയായിരുന്ന മാരുതി എർട്ടിഗ കാറുമാണ് കൂട്ടിയിടിച്ചത്. കാറിലുണ്ടായിരുന്ന 6 പേർക്ക് പരിക്കേറ്റു. കാസർഗോഡ് സ്വദേശികളായ സുഫി, ഹസനോർ, അബ്ദുൾ ഖാദർ, അബ്ദുള്ള, അബ്ബാസ്, മുഹമ്മദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ തിരുവനന്തപുരത്ത് നിന്ന് കാന്തപുരം സംസ്ഥയുടെ കേരളയാത്രാ സമാപന സമ്മേളനം കഴിഞ്ഞ് വരുന്നവരാണ്. പരിക്കേറ്റവരെ യൂത്ത് വോയ്സ് ആംബുലൻസ് പ്രവർത്തകരും
അല്ലമീൻ ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പന്നിത്തടം സെന്ററിൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച പുലർച്ചെ 5 മണിയോടെ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സും പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ച് 14 അയ്യപ്പ ഭക്തർക്ക് പരിക്കുപറ്റിയിരുന്നു. ഇത്തരത്തിൽ ചെറുതും വലുതുമായ അപകടങ്ങൾ നിത്യസംഭവമാണ്. രാവിലെ 7 മണി മുതൽ രാത്രി 11 വരെയാണ് സിഗ്നൽ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. രാത്രി 11 മുതൽ രാവിലെ 7 വരെയുള്ള സമയത്തിനുള്ളിലാണ് അപകടങ്ങൾ കൂടുതലും നടക്കുന്നത്. സിഗ്നൽ ലൈറ്റിൻ്റെ പ്രവർത്തനം 24 മണിക്കൂറാക്കി മാറ്റണമെന്നും റോഡിൽ സ്പീഡ് ബ്രേക്കറുകളും സെന്ററിന് മുമ്പായി വേഗത കുറയ്ക്കാനുള്ള സൂചനാ സിഗ്നൽ സംവിധാനങ്ങളും സ്ഥാപിക്കണമെന്നും അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന തൊഴിലാളികളും പൊതുപ്രവർത്തകരായ ഷറഫു പന്നിത്തടം, റഫീഖ് ഐനിക്കുന്നത്ത് എന്നിവർ ആവശ്യപ്പെട്ടു. ഈ സ്പീഡ് ബ്രേക്കർ എന്ന് പറഞ്ഞ ചെറിയ ചെറിയ അമ്പുകൾ ഇവിടെ സ്ഥാപിക്കണം. അതേപോലെ തന്നെ ഇവിടുത്തെ സിഗ്നൽ വളരെ ഉയരത്തിലാണ് നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് അനാസ്ഥകൾ ഈ നിർമ്മാണത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി നിരന്തരം അപകടങ്ങൾ സംഭവിച്ചുകൊണ്ട് മനുഷ്യന്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരികളും മുന്നോട്ട് പോകുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഇതിനാൽ അറിയിക്കുകയാണ്. ഈ 2 വളവുകളിലും സൂചനാ ലൈറ്റുകളില്ല. കൂടാതെ സ്പീഡ് ബ്രേക്കർ ചെറിയൊരു ഹമ്പുകൾ 2 മുസ്ലിം പള്ളിയുടെ ബെൻഡിലായിട്ടും രണ്ടാമത് ആ ഹോട്ടലിന്റെ സൈഡിലായിട്ടും അത്യാവശ്യമാണ്. ഇതില്ലാത്തടത്തോളം കാലം പിന്നെ 24 മണിക്കൂർ സിഗ്നൽ സംവിധാനം ഉണ്ടാവുക. ഇതിപ്പോ രാവിലെ 7 മണി മുതൽ തുടങ്ങുന്നുള്ളൂ. വൈകിട്ട് എത്ര 11 മണിക്ക് വന്നിരിക്കാൻ നിർത്താതിന് ശേഷം രാവിലെ 7 മണി വരെ നിരന്തരമായിട്ട് അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. കുന്നംകുളം നഗരസഭ പുതിയ ഭരണസമിതിയുടെ ആദ്യ കൗൺസിൽ യോഗത്തിൽ ബഹളം. തുറക്കുളം മത്സ്യ മാർക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് സമയം നൽകണമെന്നാവശ്യപ്പെട്ടാണ് RMP കൗൺസിലർമാർ യോഗത്തിൽ പ്രതിഷേധിച്ചത്. കൗൺസിൽ യോഗത്തിൽ 9-ാം നമ്പർ അജണ്ടയായിട്ടാണ് തുറക്കുളം മാർക്കറ്റ് നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ പരിഹരിക്കാൻ കൗൺസിൽ സമിതി രൂപീകരിക്കുന്നത് സംബന്ധിച്ച അജണ്ട ഉൾപ്പെടുത്തിയിരുന്നത്. വിഷയത്തിൽ നടന്ന ചർച്ച നീണ്ടതോടെ യോഗാധ്യക്ഷയായ നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഇടപെടുകയായിരുന്നു. മറ്റ് അജണ്ടകളിലേക്ക് കടക്കാൻ ശ്രമിച്ചതോടെയാണ് RMP അംഗങ്ങൾ ചെയർപേഴ്സന്റെ ഡയസിന് മുമ്പിലെത്തി പ്രതിഷേധിച്ചത്. തുടർന്ന് ചർച്ചയ്ക്ക് സമയം അനുവദിക്കുകയായിരുന്നു. വിഷയത്തിൽ സമിതി രൂപീകരിക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. കണ്ണിനും കാതിനും വിരുന്നായി കണ്ണേങ്കാവ് പൂരം. പ്രസിദ്ധമായ മൂക്കുതല ശ്രീ കണ്ണേങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം ഉത്സവപ്രേമികൾക്ക് അവിസ്മരണീയമായ അനുഭവമായി. രാവിലെ 3 മുതൽ വിശേഷാൽ പൂജകൾ ഉണ്ടായി. ധാരികവധം പാട്ട്, പറന്നിറപ്പ്, പഞ്ചാരിമേളം, നാദസ്വരം, ഉച്ചയ്ക്ക് കണ്ണേങ്കാവിൽ നിന്ന് മേലേക്കാവിലേക്ക് എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, തുടർന്ന് ശുഗപുരം രഞ്ജിത്ത് നയിച്ച മേളം എന്നിവ ഉണ്ടായി. ഉച്ചയ്ക്ക് 3-ന് ആരംഭിച്ച കരിങ്കാളിക്കൂട്ടങ്ങൾ കാണുവാൻ ക്ഷേത്രമൈതാനത്ത് ജനസഹസ്രങ്ങൾ നിറഞ്ഞു. 6:30-ന് ദീപാരാധനയ്ക്ക് ശേഷം 3ഓളം കമ്മിറ്റിയുടെ വെടിക്കെട്ടും പൂരപ്രേമികൾക്ക് ആവേശമായി. ശബ്ദവർണ്ണവിസ്മയം ഹൃത്തടങ്ങളിലേക്ക് ഏറ്റുവാങ്ങാൻ സംസ്ഥാന വിവിധ ജില്ലകളിൽ നിന്ന് ആയിരക്കണക്കിന് പേരാണ് മൂക്കുതല കണ്ണേങ്കാവ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. ആവേശത്തിവൃപ്പിന്റെ കരിമരുന്ന് കാഴ്ച ആസ്വാദകർക്ക് അനിർവചനീയമായ അനുഭവമായി. രാത്രിയിൽ പ്രാദേശിക കമ്മിറ്റിക്കാരുടെ DJ ലൈറ്റിന്റെ അകമ്പടിയോടെ തമ്പോലം, നാസിക് ഡോൾ, പൂക്കാവടി, ബാൻഡ് സെറ്റ് എന്നിവയും ആഘോഷങ്ങൾക്ക് മാറ്റേകി. പൂരത്തലേന്ന് വാണിഭ്യത്തിനും വൻ തിരക്കായിരുന്നു. ക്ഷേത്രത്തിലെ പൂജകൾക്ക് തന്ത്രി ബ്രഹ്മശ്രീ മണിമംഗലം നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പട്ടിശ്ശേരി മഹാവിഷ്ണു ക്ഷേത്ര സമിതി നൽകിവരുന്ന വിഷ്ണുപ്രഭ പുരസ്കാരം ചാലിശ്ശേരിയുടെ സ്വന്തം ഡോക്ടർ രാമൻ നമ്പീശിനെ സമർപ്പിച്ചു. ക്ഷേത്രാങ്കണത്തിൽ
ട്രസ്റ്റി അഡ്വക്കേറ്റ് പി പരമേശ്വരൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പുരസ്കാര സമർപ്പണ ചടങ്ങ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ വി.കെ. വിജയൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് രാമൻ നമ്പീശന് പൊന്നാടയണിയിച്ച് പുരസ്കാരം സമർപ്പിച്ചു. അക്ഷരശ്ലോക രംഗത്തെ കുലപതിയായ മുതുപറമ്പത്ത് നാരായണൻ നമ്പൂതിരി, ഓറവങ്കര ദാമോദരൻ നമ്പൂതിരി നമ്പീശനെ കുറിച്ച് തയ്യാറാക്കിയ മംഗളപത്രം വായിച്ചു. ഡോക്ടർ രാമൻ നമ്പീശൻ മറുപടി പ്രസംഗം നടത്തി. ചടങ്ങിന് പ്രദീപ് ചെറുവാശ്ശേരി സ്വാഗതവും മുല്ലമംഗലം നാരായണൻ നമ്പൂതിരി നന്ദിയും പറഞ്ഞു. ചടങ്ങിന് ശേഷം ഡോക്ടർ പാഴൂർ ദാമോദരൻ നമ്പൂതിരിയും സംഘവും ചേർന്ന് അവതരിപ്പിച്ച കുചേലവൃത്തം കഥകളിയും അരങ്ങേറി. വൈദ്യശാസ്ത്ര രംഗത്തെ 6 പതിറ്റാണ്ട് കാലത്തെ നിസ്തുലമായ പ്രവർത്തനമാണ് രാമൻ നമ്പീശനെ വിഷ്ണുപ്രഭ പുരസ്കാരത്തിന് അർഹനാക്കിയത്. എടക്കഴിയൂർ സീതി സാഹിബ് മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പ്രൊജക്ട് 2024-2026 ബാച്ചിലെ സീനിയർ കേഡറ്റുകൾക്കുള്ള പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റസല റഹീം പരേഡിന്റെ സല്യൂട്ട് സ്വീകരിച്ചു. ഗുരുവായൂർ ഡിവിഷൻ SPC പ്രൊജക്ട് ലീഡർ ശ്രീജി കേഡറ്റുകൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മാനേജർ RP ബഷീർ, പുന്നൂർ പഞ്ചായത്ത് മെമ്പർ സലീം ആച്ചപ്പുള്ളി, ഹെഡ്മാസ്റ്റർ ജോഷി ജോർജ്, PTA പ്രസിഡന്റ് VA നൂറുദ്ദീൻ, സബ് ഇൻസ്പെക്ടർ സജിത് മോൻ, പോലീസ് ഡ്രിൽ ഇൻസ്പെക്ടർമാരായ പ്രശാന്ത്, അഞ്ജലി, അനൂപ്, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറിമാർ, അധ്യാപകർ, രക്ഷാകർത്താക്കൾ, സീനിയർ കേഡറ്റുകൾ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ മുണ്ടൂർ മുതൽ പുറ്റേക്കര വരെയുള്ള 1.8 കിലോമീറ്റർ ദൂരത്തിലെ കുപ്പിക്കഴുത്ത് പരിഹരിക്കാൻ നടപടികളായി. ഇവിടെ 4 വരി പാതയാക്കി റോഡ് വികസിപ്പിക്കാൻ ഭൂമി ഏറ്റെടുത്ത് കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. ഭൂമി ഏറ്റെടുക്കുന്നതിന് 25.57 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിക്കുകയും ധനകാര്യമന്ത്രി KN ബാലഗോപാലും സേവ്യർ ചിറ്റിലപ്പള്ളി MLAയും ചേർന്ന് ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ട തുക നേരത്തെ കൈമാറുകയും ചെയ്തിരുന്നു. ഭൂമിയുടെ മുഴുവൻ രേഖകളും ഹാജരാക്കി ആദ്യഘട്ട തുക അനുവദിച്ച ഗുണഭോക്താക്കളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലാൻഡ് അക്വസിഷൻ തഹസിൽദാർ TG ബിന്ദു പൂർത്തിയാക്കിയ ശേഷം ഭൂമി പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് കൈമാറി. തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ AK നവീൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ UR രജിത എന്നിവരുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത ഭൂമിയിലെ കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങിയത്. ശേഷിക്കുന്ന ഗുണഭോക്താക്കളിൽ നിന്നും പൂർണ്ണമായും രേഖകൾ ശേഖരിച്ച് തുക അനുവദിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. സംസ്ഥാനപാത 69-ലെ മുണ്ടൂർ മുതൽ പുറ്റേക്കര വരെയുള്ള 1.8 കിലോമീറ്റർ ഭാഗത്ത് റോഡിന് വീതി കുറവായതിനാൽ കുപ്പിക്കഴുത്ത് രൂപപ്പെട്ട് അപകടങ്ങൾ പതിവായതോടെ ഭൂമി ഏറ്റെടുത്ത് റോഡ് 4 വരി പാതയാക്കി വികസിപ്പിക്കണമെന്ന ആവശ്യത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. ഈ പ്രശ്നം നിയമസഭയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA സബ്മിഷനായി ഉന്നയിക്കുകയും സ്ഥലം സന്ദർശിച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഭൂമി ഏറ്റെടുക്കുന്നതിനും നഷ്ടപരിഹാരത്തിനുമൊക്കെയായി നീക്കിവെച്ച് അത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി വന്ന് ഇവിടെ വിതരണം ചെയ്യാൻ ആരംഭിച്ചതാണ്. അപ്പോൾ രേഖകൾ കൃത്യമായി ഇപ്പോൾ നമുക്ക് അവാർഡ് നൽകാൻ കഴിഞ്ഞവരുടെ കെട്ടിടങ്ങളും അതുപോലെ തന്നെ മതിലും പൊളിച്ച് ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. തീർച്ചയായും നമുക്ക് കുപ്പിക്കഴുത്ത് ഒഴിവാക്കി നമ്മുടെ മുണ്ടൂര് സെൻറ്റർ മുതൽ കുറ്റേക്കര വരെ 4 വരി പാതയാക്കുന്നതിന് വേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പണം കൊടുത്ത് ഇന്നലെ LR തഹസിൽദാർ വന്ന് PWDക്ക് കൈമാറിയ ഭൂമിയും അതുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങളും പൊളിച്ച് നമ്മുടെ റോഡിൻ്റെ ഭാഗമാക്കുന്ന നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും വടക്കാഞ്ചേരി മണ്ഡലത്തിൽ എത്തിച്ചേർന്ന ഘട്ടത്തിലാണ് പദ്ധതിക്കായി പുതുക്കിയ ഭരണാനുമതി പുറപ്പെടുവിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയത്. അഞ്ഞൂർ വില്ലേജിൽ 267 കൈവശങ്ങളിലായുള്ള 177 സെന്റ് ഭൂമിയാണ് കുപ്പിക്കഴുത്ത് പരിഹരിച്ച് 4 വരിപ്പാത നിർമ്മിക്കുന്നതിനായി ഏറ്റെടുക്കുന്നത്. 1 സെന്റിന് 11 ലക്ഷത്തോളം രൂപ ആകെ നഷ്ടപരിഹാര തുകയായി ലഭിക്കും. ഭൂമി വിട്ടു നൽകുന്നവരിൽ നിന്നും ഭൂമിയുടെ രേഖകൾ കൈപ്പറ്റുന്നതിനായി എൻക്വയറി പൂർത്തിയാക്കി. ഭൂമിയുടെ മുഴുവൻ രേഖകളും സമർപ്പിച്ചവർക്ക് 2ാം ഘട്ടം അംഗീകരിച്ച് തുക കൈമാറുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നിശ്ചയദാർഢ്യത്തോടെയുള്ള പരിശ്രമങ്ങളുടെയും കൂട്ടായ്മയുടെയും ഫലമായാണ് മുണ്ടൂർ പുറ്റേക്കര കുപ്പിക്കഴുത്ത് പരിഹരിക്കാൻ സാധിച്ചതെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA പറഞ്ഞു. ഗുരുവായൂർ പോസ്റ്റൽ സബ് ഡിവിഷന്റെ കീഴിൽ കരിക്കാട് പോസ്റ്റ് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ കടവല്ലൂർ പഞ്ചായത്ത് ഹാളിൽ
10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി ആധാർ മേള നടത്തി. ഗുരുവായൂർ പോസ്റ്റൽ ഇൻസ്പെക്ടർ മഹേഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. കരിക്കാട് പോസ്റ്റ് മാസ്റ്റർ ജിഷ്മ അധ്യക്ഷയായി. ജീവനക്കാരായ VK സുരേഷ് കുമാർ, മെയിൽ ഓവർസിയർ ജയപ്രഭ, ലക്ഷ്മി, അഖിൽ, അഞ്ജന എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ജനുവരി 15-ന് ആരംഭിക്കാറുള്ള തിരുത്തിക്കാട് ബണ്ടിലേക്കുള്ള പമ്പിംഗ് ആരംഭിച്ചില്ല. തിങ്കളാഴ്ച MLAയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും. വ്യാഴാഴ്ച മുതൽ ആരംഭിക്കേണ്ടിയിരുന്ന പമ്പിംഗാണ് കർഷക കലണ്ടറിന് മാറ്റം വരുത്തി മാറ്റിവെച്ചത്. ഇത് സംബന്ധിച്ച ആശയക്കുഴപ്പം പരിഹരിക്കുന്നതിന് തിങ്കളാഴ്ച 11-ന് മരാമത്ത് അതിഥി മന്ദിരത്തിൽ യോഗം ചേരും. AC മൊയ്തീൻ MLA അധ്യക്ഷനാകുന്ന യോഗത്തിൽ ജനപ്രതിനിധികളും കർഷക പ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. 100 അടി തോടിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ശേഖരിച്ച് കൃഷിക്കാവശ്യമായ വെള്ളം ബണ്ടിൽ നിന്ന് തിരിച്ചുവിടുകയാണ് പതിവ്. തൃശൂർ, മലപ്പുറം ജില്ലകളിൽ പരന്നുകിടക്കുന്ന പാടശേഖരങ്ങളിലെ കർഷകരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. പൊന്നാനി BM കെട്ടിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് ഈ മേഖലയിൽ ആയിരക്കണക്കിന് ഏക്കർ പാടത്ത് കൃഷി ചെയ്യുന്നത്. ആദ്യമായാണ് ജനുവരി 15-ന് പമ്പിംഗ് മുടങ്ങിയതെന്ന് കർഷകർ പറഞ്ഞു. പുഞ്ചകൃഷിക്കായി ശേഖരിച്ച് വെള്ളം തോട്ടിൽ തന്നെ കെട്ടിനിർത്തി ആവശ്യഘട്ടത്തിൽ ഉപയോഗിക്കാമെന്നാണ് പമ്പിംഗ് ഇപ്പോൾ വേണ്ടെന്ന് വാദിക്കുന്നവരുടെ പ്രതീക്ഷ. ബണ്ടിൽ വെള്ളം ശേഖരിച്ചിരിക്കുന്നില്ലെങ്കിൽ അത് ഈ മേഖലയിൽ കൃഷിക്കും കുടിവെള്ളത്തിനും ക്ഷാമമുണ്ടാക്കുമെന്ന് അഭിപ്രായമുണ്ട്. പമ്പിംഗ് മുടങ്ങിയത് മറ്റ് കൃഷികളെയും ബാധിക്കും. വെള്ളം പമ്പ് ചെയ്യാനുള്ള മോട്ടോർ കാലപ്പഴക്കം കാരണം തുരുമ്പെടുത്തു. ഇത് മാറ്റാനുള്ള തീരുമാനം നടപ്പാക്കിയിട്ടില്ല. പഴഞ്ഞി അയ്യൂർ സി അയ്യമലക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ദേവപ്രശ്ന പരിഹാരമായി പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിച്ചു. 2ാം ദിവസമായി ഇന്ന് ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, സുദർശന ഹോമം, ത്രികാല ഭഗവതി സേവ, ഭഗവതിക്ക് നവകം, പഞ്ചഗവ്യം, പ്രേത വേർപാട്, കലശമാടി പൂജകൾ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, കുറുവന്നൂർ കപ്പിയൂർ മന ഗിരീഷ് തിരുമേനി, ശ്രീരാഗ് തിരുമേനി ഒറ്റപ്പാലം, രാമൻ ഭട്ടതിരി പെരുമ്പാവൂർ, നാരായണൻ തിരുമേനി എടപ്പാൾ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് പൂജകളും പരിഹാര ക്രിയകളും നടക്കുന്നത്. ജനുവരി 21-ാം തീയതി പുനഃപ്രതിഷ്ഠ നടക്കും. എല്ലാ ദിവസവും അന്നദാനം ഒരുക്കിയിട്ടുണ്ട്. ജനുവരി 21-ന് ദീപാരാധനയ്ക്ക് ശേഷം അയ്യമലക്കാവ് മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ നൃത്തസന്ധ്യ ഉണ്ടാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികളായ സുബ്രഹ്മണ്യൻ KR, ബാലൻ KK, ചന്ദ്രൻ KK, ജയപ്രകാശ് KR, മോഹനൻ KV എന്നിവർ അറിയിച്ചു. എരുമപ്പെട്ടി കോട്ടപ്പുറം സൗഹൃദ കലാകായിക സമിതി സംഘടിപ്പിക്കുന്ന മൾട്ടി മെഗാ മെഡിക്കൽ ക്യാമ്പ് ഞായറാഴ്ച നടക്കും. സൗഹൃദ കലാകായിക സമിതിയിൽ നടക്കുന്ന ക്യാമ്പ് 17-ാം വാർഡ് മെമ്പർ MB വിജീഷ് ഉദ്ഘാടനം ചെയ്യും. സൗജന്യ നേത്ര, കേൾവി, രക്തസമ്മർദ്ദ, പ്രമേഹ പരിശോധനകൾ ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 90 61 60 54 90, മറ്റൊരു നമ്പർ 98 47 77 05 63. യോഗ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയ ഇരട്ട സഹോദരികളായ അമേയ, അമൃത എന്നിവരെ കാട്ടകമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ വീട്ടിലെത്തി അഭിനന്ദിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് MS മണികണ്ഠൻ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി MA അബ്ദുൾ റഷീദ് എന്നിവർ ത്രിവർണ്ണ ഷാൾ അണിയിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ സന്ധ്യ ഷിബു ഇവർക്ക് പ്രത്യേക സമ്മാനം നൽകി. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജൻ, പഞ്ചായത്ത് മെമ്പർ ചന്ദ്രാവതി, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ശശീധരൻ കണ്ടംപുള്ളി, സോണി സക്കറിയ, NM റഫീഖ്, ബിജു ജോബ്, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ ജനാർദ്ദനൻ നായർ, MM വിൽസൺ എന്നിവർ സംസാരിച്ചു. ഫൈസൽ, സജീവ് ഗോപാലൻ, KK മുരളീധരൻ, ഉമാദേവി, രമാദേവി എന്നിവർ നേതൃത്വം നൽകി. കാട്ടകമ്പാൽ ആനപ്പറമ്പ് കണ്ടംപുള്ളി അനിൽകുമാർ വിനീത ദമ്പതികളുടെ മക്കളാണ് അമേയയും അമൃതയും. യോഗ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയതോടെ നേപ്പാളിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് ഇരുവരും. എരുമപ്പെട്ടി കരിയന്നൂർ മസ്ജിദ് തൗഹീദ് പള്ളിയുടെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങ് CCTV പ്രാദേശിക ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യും. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കീഴിൽ കരിയന്നൂരിൽ പുതുതായി നിർമ്മിച്ച മസ്ജിദ് തൗഹീദിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് അസർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ നിർവഹിക്കും. 1 വർഷം നീണ്ടുനിന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയാണ് പള്ളി വിശ്വാസികൾക്കായി തുറന്നു നൽകുന്നത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് സുലമി മുഖ്യാതിഥിയായിരിക്കും. ഉദ്ഘാടനത്തിന് ശേഷം ചേരുന്ന പൊതുസമ്മേളനത്തിൽ പ്രമുഖ പണ്ഡിതരായ ഹുസൈൻ സലഫി, ഷാഫി സുബാഹി തുടങ്ങിയവർ പ്രഭാഷണം നടത്തും. സ്വാഗത സംഘം ചെയർമാൻ കാസിം ചൊവ്വലൂർപ്പടി അധ്യക്ഷത വഹിക്കും. മതപരമായ കർമ്മങ്ങൾക്കൊപ്പം തന്നെ സാമൂഹിക ഉന്നമനത്തിനായി നിരവധി പദ്ധതികൾക്കും പള്ളി കേന്ദ്രീകരിച്ച് തുടക്കമാകും. നിർധനർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സക്കാത്ത് സെൽ പദ്ധതി, പാവപ്പെട്ട കുട്ടികൾക്ക് വസ്ത്രം നൽകുന്ന ഈദ് കിസ്വ, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള വിദ്യാനിധി സ്കൂൾ കിറ്റ്, കൗൺസിലിംഗ് ഡെസ്ക്, ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുമെന്ന്
ഭാരവാഹികളായ കാസിം ചൊവ്വലൂർപ്പടി, ഖാജ സലഫി, സലാഹുദ്ദീൻ അൽ ഹിക്കമി, അഖീൽ ചൊവ്വലൂർപ്പടി, ബഷീർ വെള്ളറക്കാട്, ഹുസൈൻ കൊരട്ടിക്കര എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മതപരമായ കർമ്മങ്ങൾക്കൊപ്പം തന്നെ സാമൂഹിക ഉന്നമനത്തിനായി നിരവധി പദ്ധതികൾക്കും ഇതോടുകൂടി തുടക്കമാകും. നിർദ്ധരായ സാമ്പത്തിക സഹായം ആവശ്യമുള്ളവർക്ക് വിതരണം ചെയ്യുന്ന ട്രീറ്റ് പദ്ധതി, പാവപ്പെട്ട കുട്ടികൾക്ക് വസ്ത്രം നൽകുന്ന ഈദ് കിസ്വ, വിദ്യാനിധി സ്കൂൾ കിറ്റ്, കൗൺസിലിംഗ് ഡെസ്ക്, ലഹരി വിരുദ്ധ ബോധവൽക്കരണം എന്നിവ ഉദ്ഘാടനം ചെയ്യുന്ന പള്ളി കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന വിവിധ പദ്ധതികളാണ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജാമിഅ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ റക്ടറുമായ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഷറഫ് സുല്ലമി മുഖ്യാതിഥിയായിരിക്കും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കണ്ടാണശ്ശേരി യൂണിറ്റ് സമ്മേളനം നടന്നു. മറ്റം കരീസ്മ പാലസിൽ നടന്ന യൂണിറ്റ് സമ്മേളനം കണ്ടാണശ്ശേരി പഞ്ചായത്ത് അംഗം AV ഗംഗാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പെൻഷനേഴ്സ് യൂണിയൻ പ്രസിഡന്റ് C നാരായണൻ അധ്യക്ഷനായി. ജില്ലാ ട്രഷറർ ജോസ് കോട്ടപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. ചൊവ്വനൂർ ബ്ലോക്ക് സെക്രട്ടറി PV ചാക്കോച്ചൻ 75 വയസ്സ് പൂർത്തീകരിച്ച യൂണിറ്റ് അംഗങ്ങളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ചാൾസ് P വർഗീസ്, CP ഹരിനാരായണൻ, സെക്രട്ടറി സത്യപാലൻ മാസ്റ്റർ, CP ആന്റണി, ബ്ലോക്ക് കമ്മിറ്റി അംഗം MP ഗിരിജ, ട്രഷറർ CO ലൂസി എന്നിവർ സംസാരിച്ചു. ഹരിനാരായണൻ മാസ്റ്റർ വരണാധികാരിയായി ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. C നാരായണൻ പ്രസിഡന്റ്, സത്യപാലൻ മാസ്റ്റർ സെക്രട്ടറി, CO ലൂസി ട്രഷറർ എന്നിവർ ഭാരവാഹികളായി 21 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ആളൂർ കണ്ടിയൂർ പാടത്തിന് സമീപം ഭക്ഷണാവശിഷ്ടങ്ങളും പച്ചക്കറി പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉൾപ്പെടെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിലുള്ള കണ്ടിയൂർ പാടത്ത് റോഡിന്റെ വശത്തായി കുട്ടികളുടെ പാമ്പേഴ്സ് ഉൾപ്പെടെ ചാക്കിൽ കെട്ടി അലക്ഷ്യമായി വലിച്ചെറിഞ്ഞതായി ആരോഗ്യ പ്രവർത്തകർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. പുതിയ 10-ാം വാർഡിൽ ട്രാൻസ്ഫോമറിനോട് ചേർന്നുള്ള കാനയിലാണ് മാലിന്യം വലിച്ചെറിഞ്ഞിട്ടുള്ളത്. പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടാണശ്ശേരിയിലെ വീട്ടിൽ നിന്നുള്ള മാലിന്യമാണെന്ന് ആരോഗ്യ പ്രവർത്തകർക്ക് ബോധ്യമായി. പരിസരത്തെ ഹോട്ടലുകൾ, കച്ചവട സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തി. പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിച്ച സംഭവത്തിലും നടപടിക്ക് നിർദ്ദേശം നൽകി. പഞ്ചായത്തിൽ പിഴയടയ്ക്കുന്നതിന് ഹാജരാകാൻ ഇവർക്ക് നിർദ്ദേശം നൽകി. മാലിന്യങ്ങൾ അശാസ്ത്രീയമായി നിക്ഷേപിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പ് കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകുമെന്ന് പൊതുജനാരോഗ്യ വിഭാഗം മേധാവി ഡോക്ടർ ചിന്ത KP അറിയിച്ചു. മേഖലയിൽ മാലിന്യ നിക്ഷേപം നടത്തുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അറിയിച്ചു. പരിശോധനയ്ക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ VV തിലകൻ, വാർഡ് മെമ്പർ ജോൺ കാക്കശ്ശേരി, ഹെൽത്ത് ഇൻസ്പെക്ടർ ജോസഫ് NF, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് C, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് വിനീത KV എന്നിവർ നേതൃത്വം നൽകി. ഏനമാവ് റെഗുലേറ്ററിന്റെ താഴ്ഭാഗത്തുള്ള കോലുമാട് റെഗുലേറ്റർ കം ബ്രിഡ്ജിനായി കണ്ടെത്തിയ സ്ഥലത്ത് മുരളി പെരുന്നെല്ലി MLAയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തി. കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ MS സുധ, ഡെപ്യൂട്ടി ഡയറക്ടർ TV സിജി, അസിസ്റ്റന്റ് ഡയറക്ടർ KK നസീറ, അഡീഷണൽ ഇറഗുലേഷൻ തൃശൂർ ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TB സ്നിഷ, അസിസ്റ്റന്റ് എഞ്ചിനീയർ KR ആര്യ, അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, റോബിൻ എന്നിവരും MLAക്കൊപ്പം സംഘത്തിലുണ്ടായിരുന്നു. മണലൂർ, വെങ്കിടങ്ങ്, മുല്ലശ്ശേരി, ഏങ്ങണ്ടിയൂർ, അരിമ്പൂർ പഞ്ചായത്തുകൾ, ഗുരുവായൂർ നഗരസഭ അടക്കമുള്ള പ്രദേശങ്ങളിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി ഒരു ശുദ്ധജല സംഭരണി നിർമ്മിച്ച് വെള്ളം പമ്പ് ചെയ്യാനാവശ്യമായ പദ്ധതി എന്ന നിലയിലാണ് കോലുമാട് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. റെഗുലേറ്റർ കെട്ടി വെള്ളം സംഭരിക്കാനും അതിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയാനും ആവശ്യമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകുന്നതിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ മേഖലയിലെ വെള്ളം വിതരണം നടത്താൻ കഴിയുന്ന അത്രയും ശുദ്ധജലം സംഭരിക്കാനാകുന്ന വിധത്തിൽ കോലുമാട് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ നടപടി ഇവിടെ ഇതുവരെ നടന്നിട്ടില്ലെന്ന് മുരളി പെരുന്നെല്ലി MLA പറഞ്ഞു. ഇതിലേക്ക് ഉപ്പ് വെള്ളം കടക്കുന്നത് തടയാനും ആവശ്യമായ രൂപത്തിൽ നടപടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ചത്. ഒരു ഡാമിലുള്ള വെള്ളം ഇവിടെ സംഭരിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ ആലങ്കാരികമായിട്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു PH ഡാമിൽ സംഭരിക്കാൻ കഴിയുന്ന വെള്ളം ഇവിടെ സംഭരിക്കാൻ കഴിയുന്നുണ്ട്. ഇല്ലെങ്കിൽ പോലും ഇവിടെ ഈ പറയുന്ന പ്രദേശത്തൊക്കെ വെള്ളം കൊടുക്കാൻ കഴിയുന്ന, ശുദ്ധജലം സംഭരിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഈ കോലുമാട് മേഖല. അപ്പോൾ ആ മേഖലയിൽ ഇപ്പോൾ ഇവിടെ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ ഒരു നടപടി ഇതുവരെ വന്നിട്ടില്ല. അതിൻ്റെ പരിശോധനയൊക്കെ നടന്നു എന്നുള്ളത് ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട്. പരിശോധന നടത്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനടിയിൽ ടണൽ പോകുന്നുണ്ട്, മറ്റേതുണ്ട്, ഇതുണ്ടെന്ന് തോന്നിയുള്ള കുറേ ന്യായം എന്ന് പറയാൻ കഴിയില്ല, ന്യായം എന്ന് ഞാൻ പറയണില്ല. അതായത് അപ്പോൾ ആ ന്യായവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത് പ്രായോഗികമല്ല എന്നാണ് പറയുന്നത്. ഇപ്പോഴാണ് പറയണത്. പദ്ധതിക്ക് ആവശ്യമായ പരിശോധനയ്ക്ക് നടന്നുവെന്ന് ഇറഗുലേഷൻ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടെങ്കിലും
കൃത്യമായ ഒരു റിപ്പോർട്ട് സർക്കാരിന്റെ മുന്നിൽ വന്നിട്ടില്ലെന്നും അടിയന്തരമായ ഒരു കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഒരു പ്രപ്പോസൽ അടിയന്തരമായി തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്നും MLA വ്യക്തമാക്കി. മാർക്സിയൻ സൈദ്ധാന്തികനും കേരളത്തിലെ CPI സ്ഥാപക നേതാവുമായ C. ഉണ്ണിരാജയുടെ നാമധേയത്തിൽ CPI കുന്നംകുളം മണ്ഡലം കമ്മിറ്റി ഏർപ്പെടുത്തിയ ഉണ്ണിരാജ സ്മൃതി പുരസ്കാരം രാജാജി മാത്യു തോമസിന് സമർപ്പിക്കും. ജനയുഗം പത്രത്തിന്റെ എഡിറ്ററും എഴുത്തുകാരനും CPI ദേശീയ കൗൺസിൽ അംഗവുമായ രാജാജി മാത്യു തോമസിനെ അരനൂറ്റാണ്ടിലേറെയായി മാർക്സിയൻ ആശയ രാഷ്ട്രീയ പ്രചരണ രംഗത്ത് നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഉണ്ണിരാജയുടെ 31ാം ചരമവാർഷിക ദിനമായ ജനുവരി 28-ന് കുന്നംകുളം ചിറ്റഞ്ഞൂർ കോവിലത്ത് വെച്ച് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ സമ്മാനിക്കും. 7ാമത് ഇന്റർ സ്കൂൾ കരാത്തെ ചാമ്പ്യൻഷിപ്പ് നടന്നു. കടവലൂർ കിനോജി റിയു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാർഷ്യൽ ആർട്സിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്നായി 30 സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. കടവലൂർ വടക്കുമുറി അൽഹയാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന കരാത്തെ മത്സരങ്ങളുടെ ഉദ്ഘാടനം കടവലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലിം പെരുമ്പിലാവ് നിർവഹിച്ചു. വാർഡ് മെമ്പർ സുഹൈൽ കടവലൂർ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ AR നികേഷ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. അൽഹയാത്ത് സ്കൂൾ ചെയർമാൻ ഖാദർ വെള്ളത്തിങ്കൽ, സെക്രട്ടറി ഹസൻകുട്ടി എന്നിവർ സംസാരിച്ചു. യോഗത്തിന് കിനോജി റിയു ഇന്ത്യ ചീഫ് ഇൻസ്ട്രക്ടർ സെൻസായ് PV സുനിൽ സ്വാഗതവും അസിസ്റ്റന്റ് ടെക്നിക്കൽ ഡയറക്ടർ സെൻസായ് ജിസ്മ നന്ദിയും പറഞ്ഞു. തുടർന്ന് കരാത്തെ മത്സരം ഉണ്ടായി. തീർച്ചയായും അത് തന്നെയാണ് നമ്മുടെ ഈ സമൂഹത്തിന് അതിപ്രധാനമായിട്ടുള്ളത്. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സ്വാഗതം പറഞ്ഞ സുഹൃത്ത് പറഞ്ഞതുപോലെ നമ്മുടെ കമ്മീഷണറായിട്ടുള്ള അദ്ദേഹവും ഇതിനെ കൃത്യമായി നോക്കിക്കാണുകയും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും കുട്ടികളെ പോലും അദ്ദേഹത്തിന്റെ മക്കളെ പോലും ഇതിൽ ചേർത്തിട്ടുള്ളത് ആ ഒരു ഭാവിയിലേക്ക് ആ മക്കളുടെ ആ ഒരു ജീവിതത്തിൽ അവർക്ക് വേണ്ട ഉയർച്ചയ്ക്ക് ഈ മാനസിക കരുത്ത് വളരെ ഉപകരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം, ഇന്നത്തെ വാർത്തയിൽ പോലും നമ്മൾ കണ്ടിട്ടുള്ള വളരെ സങ്കടകരമായ ഒരു അവസ്ഥയുണ്ട്. 14 വയസ്സായ ഒരു പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. കപ്പൂർ സ്വദേശിയെ തൊടുപുഴയിലെ ജോലി സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ചിറകുളത്ത് താമസിക്കുന്ന കരിപ്പാപ്പറമ്പിൽ മോഹനെയാണ് ജോലി സ്ഥലമായി തൊടുപുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ട് വീട്ടിലെത്തിക്കും. സംസ്കാരം നാളെ നടക്കും. ഭവാനിയാണ് ഭാര്യ, ശ്രുതി മകളാണ്. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,180 രൂപ. സ്വർണം പവന് 1,05,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 295 രൂപ. ചർമ്മം കടപ്പുറം വട്ടേക്കാട് സ്കൂളിന് പുറകുവശത്ത് താമസിക്കുന്ന പരേതനായ അണ്ടിപ്പാട്ടിൽ കുഞ്ഞുമുഹമ്മദ് ഭാര്യ സൈനബ നിര്യാതയായി. 73 വയസ്സായിരുന്നു. ഖബറടക്കം വട്ടേക്കാട് ജുമാത്ത് പള്ളി ഖബർസ്ഥാനിൽ നടന്നു. സുബൈർ, സൈനുദ്ദീൻ, ഷറഫുദ്ദീൻ, യൂസഫ് എന്നിവർ മക്കളാണ്. കോട്ടപ്പടി EMS റോഡിൽ മാണിക്കത്ത് വീട്ടിൽ മോഹനൻ നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടന്നു. ശാന്ത ഭാര്യയാണ്. മനോഷ്, മഞ്ജുഷ, മനീഷ എന്നിവർ മക്കളാണ്. കടവലൂർ വട്ടമാവ് പുല്ലാനിയിൽ പരേതനായ കോത ഭാര്യ അമ്മിണി നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തിതീരത്ത് നടന്നു. പരേതനായ ഉണ്ണികൃഷ്ണൻ, ഷാജി, ശശികുട്ടൻ, ഉഷ, രുക്മണി എന്നിവർ മക്കളാണ്. പഴഞ്ഞി മെയിൻ റോഡ് പുലിക്കോട്ടിൽ വറീദ് മകൻ വറീദ് കരിയമ്പാറ നിര്യാതനായി. 89 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. ഡഗ്ലസ്, ഡോളി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ശക്തന്റെ തട്ടകത്തിലെ കലാപൂരം സമാപനത്തിലേക്ക് കടക്കുമ്പോൾ ഓവറോൾ കിരീടത്തിനായി ഇഞ്ചോടിഞ്ച് പോരാൻ 842 പോയിന്റുമായി കണ്ണൂർ മുന്നിൽ. കോഴിക്കോട് 2ാമതും തൃശൂർ 3ാമതും. ഞായറാഴ്ചത്തെ മത്സരഫലങ്ങൾ സ്വർണ്ണ കിരീട നേട്ടത്തിൽ നിർണായകമാകും. സമാപന ചടങ്ങിൽ മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാൽ മുഖ്യാതിഥിയാകും. പന്നിത്തടം സെന്ററിൽ തുടർച്ചയായി 2ാം ദിവസവും വലിയ അപകടം. ബാംഗ്ലൂർ ഗുരുവായൂർ റൂട്ടിലോടുന്ന കേരള ലൈൻസ് ബസ്സും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 6 പേർക്ക് പരിക്ക്. സിഗ്നൽ സംവിധാനം 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്.
കുന്നംകുളം നഗരസഭ പുതിയ ഭരണസമിതിയുടെ ആദ്യ കൗൺസിൽ യോഗത്തിൽ ബഹളം. തുറക്കുളം മത്സ്യ മാർക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് സമയം നൽകണമെന്നാവശ്യപ്പെട്ടാണ് RMP കൗൺസിലർമാർ യോഗത്തിൽ പ്രതിഷേധിച്ചത്. വിഷയത്തിൽ സമിതി രൂപീകരിക്കാൻ കൗൺസിൽ തീരുമാനം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.